സീക്വൻസ് എന്തെങ്കിലും അതിന്റെ വരും പാലക്കാട് ജില്ല മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ഇപ്പൊ വെച്ചാൽ ഞാൻ ഇപ്പോഴാണ് ഇപ്പൊ ഒരു കോൾ വരികയാണ് അതിന്റെ ബസ് അതാണ് അദ്ദേഹം ഈ നാട്ടിലെ ഓരോ പോലീസ് സ്റ്റേഷനിൽ ട്രെയിനേഴ്സ് ഉള്ളത് ഒന്ന് ഞാൻ ഒരിക്കലും നിങ്ങളെ വളരെ കണ്ടിട്ടില്ല ഇതില് പഠിക്കാൻ ഫസ്റ്റ് എയ്ഡാണ് ഫസ്റ്റ് എയ്ഡ് ചെയ്തോ പഠിച്ചോ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് കയറിയോ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ കുറച്ചു നേരം കഴിയുന്നതേ നമ്മുടെ സ്ഥാനം ഒരു പദവിയോ നമ്മൾ എന്തൊക്കെയാണ് ഒന്ന് മാറ്റി നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണെന്ന് വെച്ചാൽ നമ്മൾ അതേമാതിരി വർക്കിന് പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് പറഞ്ഞ ക്ലാസ് ഞാൻ ക്ലാസ് ആവില്ല. അപ്പൊ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. അതായത് പഠിച്ചു വെറും പഠിപ്പിക്കലല്ല എന്റെ ജോലി. എന്റെ കൂടെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഓക്കെ. നമ്മൾ സാധാരണ ഒരു ആക്സിഡന്റ് എടുക്കാം. നമ്മളൊരു ആക്സിഡന്റ് കണ്ടു നമ്മൾ എന്താ ചെയ്യും? മാസം ചെയ്യും. ഒരു ആക്സിഡന്റ് കണ്ടു എല്ലാത്തിനും പോയി പോണ സമയത്ത് നമ്മളിങ്ങനെ ഹൈവേയിൽ യാത്ര ചെയ്യും. പെട്ടെന്നാണ് ഒരു ട്രെയിൻ അവിടെ അടിച്ചു മാസം ചെയ്യും. നമ്മുടെ യാത്ര നമുക്കൊന്നും പറ്റിയില്ല. അവിടെ ഒരു വലിയ ട്രെയിൻ നമ്മളെ കണ്ണു പിടിച്ചെടുക്കും. അല്ലെങ്കിൽ ഇതേമാതിരി വേറെ ബസ് എടുക്കും. ഏകദേശം 10 ഫസ്റ്റ് എന്ത് ചെയ്യും? മാസം എന്ത് ചെയ്യും? മാസം വരുമ്പോൾ മാസം എന്ത് ചെയ്യും? ഇതന്നെയാണോ നമ്മൾ ചെയ്യാൻ? ആണോ 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 അതായത് നിങ്ങൾ കമന്റ് പറയുന്നത് ബാങ്കിൽ നമ്മൾ മാസത്തെ വൈകി അതായത് ഹൈവേയിൽ വണ്ടി ഏകദേശം ഹൈവേ പറഞ്ഞ നോക്കിയാൽ കണ്ടപ്പോൾ
അതായത് പണം തീരും കമ്പനി ദൂരം കാണുന്ന വണ്ടി സെക്കൻഡിലുള്ളിൽ നമ്മളെ അപകരിച്ച് ടേസ്റ്റ് ആക്കി. അപ്പൊ നമ്മളൊരു വിജയകാലത്ത് സിനിമയിലായിട്ട് കൂടി മാറി ഒരാളെ ചെയ്യുന്നുണ്ട് ഒരു വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ഉറപ്പ് നമുക്ക് അവിടെ പറ്റിയല്ല. ഫസ്റ്റ് എവിടെ തരും ആദ്യം നമുക്ക് നമ്മളെ സീൻ സേഫ്റ്റി നമ്മൾ എത്താണല്ലോ ഞാൻ ഇവരെ നോക്കണം മുന്നേറിക്കുന്നു. അങ്ങനെ പറയുന്നത് ട്രെയിനിൽ പോകുമ്പോഴേക്കും ആളെ പെട്ടെന്ന് വണ്ടിയിൽ കൊണ്ടുവരില്ല കൊണ്ടുവരില്ല. നമ്മുടെ സുരക്ഷയുടെ വണ്ടി ട്രാൻസ്ഫോർമർ അടിച്ചെടുത്തിട്ട് കത്തിക്കൊണ്ടേയിരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ വലിയ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് 108 108 ചെയ്യാം. ഇതൊരു കോൺസെപ്റ്റാണ്. ചെറിയ പടത്തിലോ എന്താണ് സമയം സ്കൂളിന്റെ ഒരു വണ്ടി അടിച്ചിടക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ കടന്നിട്ട് എനിക്കറിയില്ല അല്ലെങ്കിൽ ഞാൻ കയ്യാറോ ചെയ്യും. വലിയ ആളുകളാണെങ്കിൽ സ്പോട്ട് തുറക്കുന്നു ഏകദേശം ഒരു ഐഡിയ കൊടുക്കും. അതിൽ 5 അടി കിട്ടാനൊരു അതിലെത്തിയും എല്ലാ ഹോസ്പിറ്റലുകളിലും ഇത് ഇൻഫോം ചെയ്യും. ഗവൺമെന്റ് സംവിധാനങ്ങളിലേക്ക് ഇൻഫോം ചെയ്ത് ഒരു മെഡിക്കൽ ആംബുലൻസ് സെറ്റ് സഹിക്കുകയും ഒരു കോളിൽ ഈ ഓരോ പരിധിയിലും പ്രവർത്തനമാണെങ്കിൽ ഈ പരിസരത്തുള്ള എല്ലാ അതിങ്ങനെ നീക്കിയാൽ പെട്ടെന്ന് മെസ്സേജ് ബസ് അവിടെ വന്നില്ല. പിന്നെ ഫസ്റ്റ് കാറ്റഗറി. ഇപ്പൊ ഞാനാണ് സൈറ്റിൽ കാറ്റഗറി ഏറ്റവും കൂടുതൽ ആളുകളെ പറ്റിയാണ് കുറഞ്ഞ ആളുകൾ കുറച്ച് കഴിഞ്ഞ ആളുകൾ കൊണ്ടുവരികയും കരുതിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോ ബോറ് പോയിട്ടോ ഒരാളുടെ ജീവിതം ജീവിതം പോവാറായിരുന്നോ അപ്പൊ ഇനിയുണ്ടോ കുഴപ്പമില്ലെങ്കിൽ നെക്സ്റ്റ് ആളുകൾക്ക് ഭയങ്കര പേടികളാണ് ഈ വർഷം. അപ്പൊ എന്ത് ചെയ്യും നേരത്തെ വേഗം നല്ലൊരു ഹോസ്പിറ്റൽ അതായത് എല്ലാ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലുകളും ആ ഹോസ്പിറ്റലിൽ ചെയ്യാം അദ്ദേഹത്തെ ട്രീറ്റ്മെന്റ് നടത്തുള്ളൂ. അല്ലാത്ത പക്ഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ക്ലിനിക്കലാണ് ക്ലിനിക്കിലേക്ക് നടത്തില്ല. അതേ സമയം ടൈം കൊടുക്കും ലാസ്റ്റ് കൊടുക്കുന്ന ആളാണ് മരിച്ചത്. മരിച്ചു എന്ന് ഉറപ്പ് പറ്റി കഴിഞ്ഞാൽ അവരെ നമുക്ക് തോന്നില്ല ലാസ്റ്റ് അതായത് ഈ വ്യാപ്തി റെസ്ക്യൂ ചെയ്യുന്ന ഫസ്റ്റ് ആദ്യം ഇതിന്റെ വ്യാപ്തി കുറച്ച് ഇത് എല്ലാത്തിനാണ് ഒരു പ്ലാസ്റ്റിക് നടക്കാനാണ് ഒരു വെള്ളപ്പെടുത്തി കഴിഞ്ഞാൽ എന്തിനും വ്യാപ്തി കുറക്കുന്നത് ആ ഇടപെടൽ ഫസ്റ്റ് അതായിരിക്കും. ഇന്നത്തെ ആൾ അടുത്തതില്ല. ഇത് നമ്മൾ എങ്ങനെ കൈകാര്യം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് തുടങ്ങി. എനിക്ക് കൺട്രോളിങ്ങിന്റെ ഡ്യൂട്ടി ഫിംഗർ നോക്കാൻ അറിയാം, മുറി കെട്ടാൻ അറിയാം, എല്ലാതും ചെയ്യാൻ അറിയാം. പക്ഷെ ഞാൻ ചെയ്യും എന്റെ തിരക്കുകളിൽ ആരാണെന്ന് ജീവിക്കും അറിയുന്നത്. നമ്മൾ കുട്ടികൾക്ക് ചെയ്യാതെ 3 എണ്ണമാണ്. എന്താണ് നമുക്ക് 3 എണ്ണമാണ് അറിയോ? ഇത് പറയും ഒരു പരിപാടിക്ക് 3 എണ്ണമാണ്. 3 എണ്ണം പറയും ചിന്തകൾ കിട്ടിയാൽ കേട്ടോ കുട്ടികളെ ഒന്ന് കോൺസെപ്റ്റ്. പിന്നെ മനസ്സ് സഹായിക്കാൻ നല്ലൊരു മനസ്സ്. രണ്ടാമത് ധൈര്യം. മൂന്നാമത് അറിവുണ്ടാകും. അതിനെക്കുറിച്ച് അറിയാത്ത ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ അതാണ് നമ്മുടെ ഇപ്പൊ ഇവിടെയുള്ള സമുദായം. ഇത്തരം ക്ലാസ്സുകൾ തുടങ്ങാനും ഇങ്ങനത്തെ ആശയം വെക്കാനും കാലഘട്ടമായി
പഴയ കാലത്ത് ഇത്രയും ഓർഗനൈസേഷനായ പാമായ ആൾക്കാരുണ്ടല്ലേ ഈ കാലഘട്ടത്തിലാണ് ഈ ഒരു സംവിധാനം ബിസിനസ് മേഖലയിൽ ഫസ്റ്റ് ഇയർ ആദ്യത്തെ പഠിച്ചിട്ടില്ല നമ്മളെ ഏറ്റവും വലിയ ഈസിയുടെ കുറവാണ് നമ്മൾ കലാവസ്ഥ പഠിച്ച ചെയ്യുമ്പോൾ ഭയങ്കര ലാസ്റ്റ് പ്രസംഗത്തിൽ സമയത്ത് അദ്ദേഹത്തിന് ഒരു സീനിയർ കൊടുക്കാനോ ഫസ്റ്റ് ഇയർ കൊടുക്കാനോ ഒരു സംവിധാനം നമ്മളെ ആരും സ്വീകരിച്ചിട്ടില്ല. വളരെ വേദനാജനകമായ കാര്യം. ഇന്നും എല്ലാവരുടെ കണ്ണിലും മോട്ടിവേറ്റഡ് ആയ ഓരോ ഡെയിലി രാവിലെ ഗുഡ് മോർണിംഗ് വരുന്നത് കുട്ടനല്ലേ കുട്ടനത്തിലൂടെ അതുകൊണ്ട് ഓരോ മോട്ടിവേറ്റഡ് സെന്റൻസ് ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ സംരക്ഷിക്കാനോ അദ്ദേഹത്തെ കൊണ്ട് സംരക്ഷിക്കാനോ ഇന്ത്യയിൽ അങ്ങനെ സംവിധാനം ഇതുണ്ടായിട്ടില്ല എന്നുള്ളത് പറയാം. ഇന്നതിന് ശേഷം മാത്രമാണ് ഒരു മെഡിക്കൽ സംഘത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തികളോ ആളുകൾ പോകുമ്പോൾ ഒരു മെഡിക്കൽ സംഘത്തെ ഒപ്പം അയക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തെ എടുത്ത് ഹോസ്പിറ്റലിൽ തുടങ്ങി ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഹോസ്പിറ്റലാണ് അദ്ദേഹം CPR കൊടുക്കുന്നത്. ഇഞ്ചക്ഷന്റെ മുകളിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് ഒരാളാണ് CPR ആണ്. CPR ആണ് കൊടുക്കുന്നത്. ഹോസ്പിറ്റലിന്റെ അവസാനം നമ്മൾ ഐസിയുണ്ടോ കൊടുത്തു കാണിച്ചിട്ടോ ആരും CPR കൊണ്ടുണ്ടോ നമ്മളോട് പുറത്ത് പറയും ലാസ്റ്റ് കയറി നിന്ന് അവസാനം എല്ലോ മരുന്ന് കൊണ്ട് കഴിഞ്ഞാൽ കുട്ടികളാണ് പഠിക്കാം ലാസ്റ്റ് ചെയ്യാറ് ഇത് നമുക്ക് ഫസ്റ്റ് ചെയ്യും. അതായത് ഇത് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഇവിടെ എല്ലാ വിസിറ്റ് ചെയ്ത് നമ്മളെ ഡോക്ടേഴ്സാണ് അല്ലെങ്കിൽ സർജറി ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരാൾ കൊളാപ്സ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവിടെ ഇവിടെ പഠിക്കും കാരണം 5 മിനിറ്റ് വരെ കാഴ്ചകൾക്ക് ബ്ലഡ് എത്തിയാൽ മരണം സംഭവിക്കും. ഒരാളെ അവിടെ 5 മിനിറ്റോട് എത്തും. ആദ്യം അവിടെ കണ്ടു പോകില്ല ഇയാൾ കണ്ടുപിടിച്ചു പോകണം അല്ല പുഴങ്ങി വീഴണം അറിയാൻ മനസ്സിലോടെ എത്തുമ്പോഴേക്കും വന്നില്ലായിരുന്നു. അതാണ് നമ്മൾ മിക്കവാറും വീടുകളിൽ സംഭവിക്കുന്നതാണ്. 4 വർഷക്കാലം വരും പിന്നെ ഒന്ന് ധൈര്യം പത്താൾക്കാരെ കുറിച്ച് പാരമ്പര്യം ധൈര്യത്തെ ചിന്തകളും നല്ല പ്രിയപ്പെട്ട ഭാര്യയാണെങ്കിൽ സുഖമായിട്ട് പത്താൾക്കാർ ആവാൻ കുഴഞ്ഞ നമുക്ക് അവയർനെസ് നമുക്കുണ്ട്. എന്താ ചെയ്യുന്നത് അവയർനെസ് അവിടെ നമുക്ക് എന്ത് ചെയ്യണം ഒരു ധൈര്യം വേണം നല്ലൊരു മനസ്സ് വേണം ഇപ്പൊ ഞാൻ ഏകദേശം എനിക്കറിയില്ല എത്ര ക്ലാസ് കുറേ ക്ലാസ് ഏറ്റവും കൂടുതൽ ക്ലാസ് ഈ ഒരു സീസണിലാണ്. അതായത് കഴിഞ്ഞ വർഷം ക്ലാസ് എല്ലാ സ്കൂളുകളും വന്നിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട അതായത് പഠിച്ച കൂടി KRC മൊത്തം ജില്ല ക്ലാസ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാഷാർക്ക് വേണം അല്ലെങ്കിൽ ആളുകൾ മോഡലിലാണ് എത്തിയത് വേണമെന്ന് അപ്പൊ ആക്സിഡന്റ് ആയി കഴിഞ്ഞു. ഇപ്പൊ നമ്മള് അത്തരം എന്ത് ചെയ്യും ആ വണ്ടിയെ അറേഞ്ച് ചെയ്യുക നമുക്ക് പറ്റില്ല നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം അടുത്തത് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ എന്താ ഞാൻ വെച്ചാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ചോറിനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ വളരെ ഓടിയല്ലോ ഒരു വണ്ടി മോശം വന്നിട്ട് കാർ വന്നിട്ട് അതിനെ ഞങ്ങൾ കേൾക്കുന്നത് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് വരുന്നില്ല. ഞാൻ ഞാൻ ആംബുലൻസ് വിടാൻ നോക്കി ഇയാൾക്ക് പോയി ആ 3 പേർക്ക് കൂടുതൽ ഇവര് അതിനെ ശരി ചിന്തിക്കുകയും ഇന്ന് ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചുകൊണ്ടുമല്ല നമ്മൾ കൊണ്ടുപോകുന്നതാണ്. അതായത് നിയമമായി അത് നിങ്ങൾ രാവിലെ സ്കൂളിൽ സമയത്ത് ഒരാളിനെ വണ്ടിയിൽ കണ്ട് വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമയത്ത് അല്ലെങ്കിൽ വണ്ടിയിൽ അറേഞ്ച് പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ നമ്മൾ തിരിഞ്ഞില്ല. കാരണം നമ്മളെ അവന് നമുക്ക് എന്താ പറയുക ആദ്യം നല്ലൊരു മനസ്സ് വേണം. ഇവരെ സമാധാനിക്കാൻ കുഴപ്പമില്ലട്ടോ എന്തായാലും ഈ വെച്ചിലാവും രക്ഷപ്പെടുമ്പോൾ കണ്ട് ജീവി പറയാം സമാധാനം ഫസ്റ്റ് സമാധാനിക്കും. ഇപ്പൊ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കാൻ പോയില്ലേ സാധാരണ വൈദ്യുതികൾ ടെൻഷൻ പോയി സാധാരണ കണ്ട് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചവിട്ടി സ്പൈനൽ കൂടെ ഇഞ്ചുറി ചെയ്യും. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കിടക്കുമ്പോഴായാലും സ്പൈനൽ കൂടെ ഇഞ്ചുറി ചെയ്യും. കുറേ ആൾക്കാരെ ഞാൻ ഇന്ന് നേരിട്ടുള്ള അനുഭവങ്ങളാണ്.
അത് ഒരാൾ കടന്നു ഈ ക്ലാസ്സിലെ നല്ല മാസം ഞാനും അറിയുന്ന പാസ്സാവില്ല. പിന്നെ ഇരിക്കാൻ വന്നത് ഈ സംവിധാനങ്ങൾ എല്ലാവരും എത്ര ആളുകൾ പേരെടുക്കും നന്നായിരുന്നു ക്ലാസ് അറിയുന്നു. ഇതേപോലെ നമ്മള് പിന്നെ ആക്സിഡന്റ് കാണും. അപ്പൊ ഇതേത് നമ്മളെ ഓപ്ഷൻ എത്ര വീഴുന്നു കറക്റ്റ് 3 ചേർത്ത് വീഴുന്നു. ഇയാളെ കടക്കുന്നു. അപ്പൊ ഇവൻ കിട്ടിയില്ല. സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് അതായത് ഇപ്പൊ ഹബീബിനെ എടുത്തത് കണ്ടില്ലേ ഇതൊരു ചുരുച്ചിട്ടാണെങ്കിൽ ഏകദേശം അങ്ങനെ എടുക്കും. അതായത് ഈ സ്പൈനൽ കൂടെ അറിയും. ഈ സ്പൈനൽ കൂടി വളരെ തലമുടിനോട് കിടന്നു ഇത് എന്തെങ്കിലും ഒരു ക്ലാക്ക് ഇപ്പൊ ഇവിടെ അടിച്ചിരിക്കും അല്ലെങ്കിൽ ഇവിടെയാണ് തട്ടിയെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഈ തട്ടെങ്കിലും ക്ലാക്ക് ഉണ്ടാവും. ഏതാണെങ്കിൽ അവിടെ എക്സ്പെക്ട് ഒന്നുമില്ലോ ഒന്നുമില്ല. അപ്പൊ ഈ ഈ കൈ പിടിച്ച സമയത്ത് ഈ കൈ പിടിച്ച് വലിച്ച സമയത്ത് ഈ സാധനത്തിൽ ക്ലാക്ക് ആവുന്ന മാത്രമല്ല ഊരി കുത്തിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് ഊരി കുത്തിക്കുന്ന സമയത്ത് ഈ ബക്കറ്റിന്റെ തൊട്ട് ഇങ്ങനെയുള്ളതല്ല ഈ എല്ല് ഭയങ്കര നമുക്ക് വെയിറ്റുള്ള സമയം ഈ വെയിറ്റ് ഈ എടുക്കണേ ഈ ശരിക്കും യഥാർത്ഥം എങ്ങനെ എടുക്കുന്നു ഹെൽമെറ്റ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് ഒന്നും തോന്നില്ല. ഹെൽമെറ്റ് കൂടി ഉണ്ടെങ്കിൽ എത്ര വണ്ടി ഓടിക്കാൻ ബൈക്ക് ഓടിക്കുന്നില്ല ബൈക്ക് ഓടി ശരിക്കും നമ്മൾ നിയന്ത്രിക്കുന്ന സ്പീഡ് നമ്മൾ നിയന്ത്രിച്ച വണ്ടി സ്പീഡ് നമ്മൾ നിയന്ത്രിച്ച വണ്ടി അല്ലെങ്കിൽ വണ്ടി പറയും നമ്മളെ അയൽപ്പുറത്ത് കിടക്കണം വള്ളിക്കൂടി കിടക്കണം എവിടെ കിടക്കണം ആര് പറയും വണ്ടി പറയും. കാരണം വണ്ടിക്ക് ഡീസൽ വേണോ വേണോ ഓരോ അറിയോ ഇന്നലെ അടിച്ചാൽ നമ്മൾ വീട്ടിലാക്കുമ്പോൾ ഊട്ടി കൊടുക്കും. അത് കയ്യിൽ പോകും അടുത്തോടിയോ ഇതിനിടയ്ക്ക് വേറെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളടി നമ്മൾ നിയന്ത്രിച്ച സ്പീഡിൽ 5 മിനിറ്റ് വഴി കഴിഞ്ഞാൽ എത്തിയ കുഴപ്പമില്ലാതെ മനസ്സിന് ആദ്യം പഠിപ്പിക്കും. 5 മിനിറ്റ് നാട്ടിൽ അല്ലെങ്കിൽ നാളെ കടത്തുന്നവരോട് ചെയ്യും എന്ത് ചെയ്യാം ഒരു കറക്റ്റായിട്ട് നിയമം പാലിച്ചുകൊണ്ട് ഹെൽമെറ്റ് കൊടുക്കും. അപ്പൊ എത്ര ഹെൽമെറ്റ് ഉപയോഗിക്കാം? ഹാഫാണോ ഫുള്ളാണോ? ഫുള്ളാണോ? ഫുള്ളുള്ള മാത്രമേ ഹാഫ് വരും. ഇത്രല്ലേ ഞാൻ പറഞ്ഞ ഹാഫ് ഞാൻ സാധാരണ ഞാൻ മകന്റെ വണ്ടി വരുന്നതിന് ആളെ വെച്ചു കിട്ടിയ
അപ്പൊ ഈ ഹാഫ് എലിമെന്റ് ആണ് ഗ്ലാസ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു ഗ്ലാസ് കംപ്ലീറ്റ് മിക്കവാറും ആൾക്കാർക്ക് ഹാഫ് എലിമെന്റേക്ക് ഉണ്ട് അപ്പോൾ ഒരു 20% ആൾക്കാർക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ ഈ ഫുഡ് എന്തെങ്കിലും ചെയ്ത് താടി ഫുഡ് കവറേജ് കവറേജ് ഈ സാധനം ഉപയോഗിക്കുകയാണ് ഈ സാധനം ഉപയോഗം കാണാൻ ഉപയോഗിക്കുകയാണ് അടുത്തുണ്ടോ എന്തായാലും കാണിക്കുക അതായത് നമുക്ക് ഫുൾ ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാണില്ല അത് കണ്ടിന്യൂ ചെയ്യും അത് നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതാണ് അപ്പൊ അതാണ് ആ ആക്സിഡന്റിനെ കുറിച്ച് ഹെൽമെറ്റിനെ കുറിച്ച് പറയുന്നത് ബൈക്ക് ആക്സിഡന്റ് ആയി നമ്മൾ ഈ വലിയ ഹെൽമെറ്റാണ് വികസിക്കുന്നത് പിള്ളേർക്ക് ഇങ്ങനെ വന്നതിന് ശേഷം മാത്രമാണ് ഈ ഹെൽമെറ്റിനെ ലഭിച്ചത് അത് വേറെ ഈ ഹെൽമെറ്റിന് പൂർണ്ണ സമയത്ത് ഈ കോളറായിട്ട് ഒപ്പിച്ചുള്ളൂ നമ്മൾ കഴുത്തിന് കേട്ടിട്ട് കോളർ ഉണ്ടല്ലോ ചെക്ക് ചെയ്യുന്നത് അതേപോലെ കൈയോട് കോളറാണ് കൈപ്പോ എന്തെങ്കിലും ഇങ്ങനെ മടക്കി എന്തെങ്കിലും വെച്ചു കൊടുക്കാം പിന്നെ ഈ തലകളോ സ്പൈനിൽ കൊണ്ട് എടുക്കുന്നു ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കത്ത് എടുക്കുകയാണ് നമുക്ക് എടുക്കണം ഒരാളോട് കയ്യിലും തലയിലും നട്ടയിലും കഴിയുന്നു ഷോൾഡറിക്ക് നല്ല കൈ കയറ്റി അപ്പോൾ രണ്ടാമത്തെ അവിടുന്ന് ഇനി ഇറങ്ങിട്ടോ കാല ഇറങ്ങിട്ടു ഇതിനെന്ത് ചെയ്യണം നിങ്ങൾ കയ്യേർക്കും നല്ല ചേർക്കും ഇങ്ങനെ നട്ടകളെ ഇതാണ് എടുക്കേണ്ടത്. അതായത് നമ്മൾ ശവം അഞ്ചാറ് കൂടും നന്നായി ശവത്തിന് പ്രത്യേകത നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു മാസം
എങ്ങനെ വിളിച്ചാലും മറുപടി വഴിയിരുന്നു പഠിച്ചു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ വിളിക്കുന്ന വിരമിച്ച് 7-8 മണിക്കൂർ നമ്മൾ 7 മണിക്കൂർ കൊണ്ട് മാത്രം എല്ലാം വരുന്ന ഒരു സമയം ഒരു ടൈം ഉണ്ട്. അതായത് ഓരോ ദിവസമായി വരുമ്പോൾ ഓരോ ക്ലാസ് അങ്ങനെ ഫസ്റ്റ് ദിവസം വേണ്ടി ടൈം ആദ്യം ദിവസം അതിന് നമ്മൾ ഒരു കൂടി കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഇങ്ങനെ നമ്മൾ ബോഡിയുടെ ടൈപ്പ് പോലീസൊക്കെ എത്ര മണിക്കൂർ മരിച്ചു നടക്കില്ല എത്ര മണിക്കൂറായിട്ടുള്ള എക്സ്പീരിയൻസ് ആണല്ലോ ഒരുപാട് വർക്കിന്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് ഇവരും ഞാൻ അറിയാം അത് കഴിഞ്ഞ അതങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് കെയർ ചെയ്തതോളം അല്ലാത്ത പക്ഷം ഇയാളെ കാലാകാലം ഇനി ഓർമ്മ നമ്മൾ ഓർച്ചേരിക്കാൻ പാടുന്നു അവിടെ ഓർച്ചേരിക്കാൻ പാടില്ല ഒരു കാലത്തിന്റെ പാടില്ല എങ്ങനെയും പറഞ്ഞു വയനാട്ടിലുള്ള വയനാട്ടിലെ കൂടുതൽ മതയോടെ വണ്ടി കളിക്കുന്നതായി അതിലുള്ള പോയി അങ്ങനെ ഞാൻ പോയി കിട്ടി ഹോസ്പിറ്റലിൽ പോയി മാറ്റി കേടുവരാതെ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ആംബുലൻസ് മോഡലാണ്. വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ എല്ലാ ആക്സിഡന്റും കഴിഞ്ഞ ദിവസം ഒരുപാട് ബസ് ആക്സിഡന്റ് വന്നു. അന്നത്തെ ന്യൂസ് കണ്ട ഈ ഒരു ടീച്ചർക്ക് ഞാൻ എന്നെ വിളിക്കുന്ന ആളെ ബസ്സിന്റെ ഉള്ളിലാണ് ചെയ്യാൻ ഈ ഭാഗം ഒത്തിയടിക്കുന്നത്. ഇവിടെ ബസ് കിടക്കുന്നുണ്ട്, ബസ് കൈ കിടക്കുന്നത് ഇവിടെയും സൈഡ് പോസ്റ്റ് ഒത്ര രീതിയിലുണ്ടാവും. ബസ്സിന്റെ സൈഡ് പോസ്റ്റ് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മള് എത്ര സമയത്ത് ചെയ്യണം വളരെ കറക്റ്റായിട്ട് ചെയ്യും. അതും കൂടുതൽ വലിയ അതേപോലെ അപകടത്തിൽ
5 6 ബ്രെഡാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്ലാസ്മ ടൈറ്റേറ്റ് കാര്യങ്ങളായിരിക്കും. പ്ലാസ്മ ടൈറ്റേറ്റ് വെയിറ്റാണ് നമ്മൾ പ്ലാസ്മ അപ്പൊ ഈ നമ്മൾ നീക്കി കഴിഞ്ഞാൽ പ്ലാസ്മ ടൈറ്റേറ്റ് കറക്റ്റ് അല്ലാത്ത പക്ഷം ഈ അപ്പൊ ഇതിന്റെ ചെയ്യും ഇവിടെ നിങ്ങൾ നോക്കാനാണ് മറ്റു വീട് കാണാൻ അദ്ദേഹത്തെ കഞ്ചി കാണാൻ നമ്മൾ കയ്യെല്ലാം കൊടുത്തത് ഹോസ്പിറ്റലിൽ ചെയ്തു. അപ്പൊ ഈ ഒരു പ്രത്യേകത നമുക്ക് രണ്ടെല്ലുണ്ട്. ഇതിന്റെ രണ്ടെല്ലും കാലിൽ കാണിക്കുന്നു. ഈ രണ്ടെല്ലും കൂടെയാണ് പ്രധാനപ്പെട്ട ദളിയെ കുട്ടികളുണ്ട്. ഇവിടെ കൊണ്ട് കട്ട് ചെയ്ത് ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഡെയിലി കുട്ടിയില്ല. ഓരോ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് വാരത്തിൽ ഇടേണ്ടി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അപ്പൊ എന്താവും തൊട്ടു മീനെ ഒന്ന് നമ്മുടെ എങ്ങനെ കിട്ടിക്കും ഒന്ന് ലൂസാക്കി കിട്ടും. ലൂസാക്കി കിട്ടും. ലൂസാക്കി കെട്ടി അപ്പോഴില്ലേ ലൂസാക്കി കെട്ടി ഞാൻ ഒരു പാടിയെ ടൈറ്റ് ആവുന്നുണ്ട് മാസം പറയില്ല കേട്ടോ. ടൈറ്റ് ആവുന്നുണ്ട് മാത്രം ഇത് ടൈറ്റ് ആവും. ഇത് ടൈറ്റ് ആയി കഴിഞ്ഞാൽ രസമായി ഇവിടെ ഈ ഭാഗം കറക്റ്റ് പോകും. അത് ടൈറ്റ് ചെയ്ത് കെട്ടി കഴിഞ്ഞാൽ നമ്മളെന്ത് വേണം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കറക്റ്റ് ആണെങ്കിൽ ലൂസാക്കി ബ്ലീഡിങ് വരികയാണെങ്കിൽ ഞാൻ ടൈറ്റ് ചെയ്തു. ഇത് കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ലൂസാക്കി കൊടുക്കണം. ബ്ലീഡിങ് വരികയാണെങ്കിൽ ടൈറ്റ് ചെയ്തു. അപ്പോൾ ബ്ലീഡിങ് പോകില്ല. പെട്ടെന്ന് പോയി ഇത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെയൊക്കെ കട്ടായി കഴിഞ്ഞാൽ ചെസ്റ്റ് നോക്കി കഴിഞ്ഞാൽ വന്നിട്ട് വലിയ പോയി കൊടുക്കും. ആള് പോകുമ്പോൾ വരുന്നു നല്ലൊരു കൊണ്ട് മടക്കി വയ്ക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മൂടി നെക്സ്റ്റ് അടുത്ത് അടിച്ചു വാങ്ങിയിട്ട് അങ്ങനെ വിടുന്നില്ല. അപ്പൊ ഈ ചപ്പും കാര്യങ്ങളും മാക്സിമം കഴിഞ്ഞാൽ കുടിച്ചിട്ടുണ്ടാവും, എല്ലാ വേസ്റ്റുണ്ടാവും, റോഡ് കിടന്ന് അലമൊക്കെ ഉണ്ടാവും. ആ സാധനം പെടാതെ ഇൻഫെക്ഷൻ റിക്കവർ ആവുന്നില്ല. സർജറി ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇറച്ചിയും ചോരയും ഈ വേസ്റ്റ് ഉള്ളത് ഏതാണോ തിരിച്ചറിയില്ല. ശ്രദ്ധിക്കണമല്ലോ. പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം. നല്ല കുട്ടിയാണ് അവർ ബ്ലീഡിങ് തുടങ്ങും. അത് എത്ര മണിക്കൂർ കഴിഞ്ഞാൽ വളരെ കറക്റ്റ് നമ്മൾ നോക്കില്ല. കാരണം ഈ വേദന ഡോക്ടർ അപ്ലൈ ചെയ്യും. ആ പ്രഷർ അപ്ലൈ ചെയ്ത് ടൈപ്പ് 20 മിനിറ്റ് പ്രഷർ ഇനി അഥവാ ഒരു പൊട്ടൽ പൊട്ടി ഈ കയ്യിൽ ഒരു പൊട്ടൽ പൊട്ടി പൊട്ടി കഴിഞ്ഞാൽ അവിടെ ഈ കയ്യിൽ പൊട്ടി കഴിഞ്ഞാൽ നാലുപോട് പൊട്ടി ഈ പൊട്ടി കഴിഞ്ഞാൽ ഈ പ്രശ്നം പോയിട്ടുണ്ടാവും. ഞാൻ ഭയങ്കര നെല്ലുള്ളിൽ അത് നിരവധി തുണി ഈ കാഴ്ച അതായത് ഇപ്പോഴത്തെ ഈ അറിവില്ല ഈ സാധാരണ ഇപ്പോഴാണ് ഭയങ്കര
ഒരു വലിയ സിക്യൂരിറ്റിയാണ് മറ്റെന്തറിയോ ഈ കാലം മറ്റൊരാൾ എനിക്ക് ബസ്സിന്റെ അവതാരമുള്ളത് ഞാൻ ഒരാളോട് കൈ പിടിക്കുകയും വണ്ടിയുടെ സൈഡിലൊക്കെ ബെഡ്ഷീറ്റ് വെച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ വരുന്നുണ്ട് ഗവൺമെന്റ് വെക്കേഷൻ ടൈമാണ് എല്ലാവരും പഠിക്കുന്ന കുട്ടികളാണ് വരുന്ന ചെയ്യുന്നത് അപ്പൊ നമ്മൾ സാധാരണ ചെയ്യേണ്ടതാണ് നമ്മൾ ഈ കാര്യങ്ങൾ നമുക്ക് അപ്പോൾ ഓർമ്മ വരും കാലം നേരെ ക്ഷാമമായിട്ട് പറ്റുന്നു കാലൊക്കെ ഏറ്റവും വലിയ അപകടമാണ് ഇന്ത്യയുടെ എല്ലാ ഹെൽത്തും പറയില്ല ആക്സിഡന്റ് ആൾ എൻജോയ് ചെയ്യണില്ലേ എക്സാം മുന്നിൽ വരുമ്പോൾ അതിൽ ഏറ്റവും വലിയ അപകടമാണ് കരിമ്പുളം മുന്നിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെറ്റർ വീടാണോ അറിയില്ല ഈ സ്വർണ്ണം മുന്നിൽ അതിൻ്റെ അതിനെന്താ ലക്ഷണം ചോദിച്ചത് അങ്ങനെ ഒരു ചെറിയൊരു ക്രാക്കാണ് വലിയ എക്സാം ഉള്ളിൽ കയറിയെങ്കിൽ എന്താണ് നമ്മൾ പറയും അപ്പൊ നമ്മൾ ഈ ഫ്രഷ്നസ് പോയി ഇതിന്റെ കളറുകൾ നമുക്ക് അറിയാം ചോപ്പ് സ്വന്തം വ്യത്യാസം നാട്ടിൽ നോക്കിയറിയാം നമുക്ക് നോക്കിയറിയാം ഈ ഭാഷകളോട് ഈ ഫ്രഷ്നസ് നമുക്കറിയാം എന്തോ ഒരു ക്ഷീണം ബാധിച്ചുകൊണ്ടിരിക്കുക സെക്കൻഡോടുണ്ടോ ഒരുപാട് നേരം കൊണ്ടാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്രയും വേഗം ഹോസ്പിറ്റലിൽ സംശയിക്കും ആദ്യം ആദ്യം കെയർ ചെയ്യും ആൾക്കാരെ അതാണ് അതിൽ പറയുന്നത് നല്ലൊരു മനസ്സിലായി കിട്ടിക്കഴിഞ്ഞാൽ ഈ വാക്സിൻ കൊടുത്തുകഴിഞ്ഞാൽ അതിന്റെ ഇവിടെയാണ് ഇവിടെ മല്ല മുറി അതൊരു മല്ല ഇവിടെ മുറിയുണ്ട് ഒരു രക്ഷയില്ല ഇവിടെ ഇങ്ങനെ കണ്ടിട്ട് പറ്റുമോ ഇങ്ങനെ കെട്ടാൻ പറ്റുമോ ഇങ്ങനെ കെട്ടാൻ പറ്റും ചെയ്താൽ നമ്മൾ ഇതേമാതിരി ഉപയോഗിക്കാം ഉപയോഗിച്ചിട്ട് ഇതേമാതിരി ചെയ്യാം ഇവിടെ കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തലയിൽ കെട്ടി മനസ്സിലാക്കിയിരിക്കണം അപ്പോഴത്തെ കെട്ടിയോ കെട്ടിയോ ഇത് കെട്ടിയോ തലയിലോ എല്ലാ
ആരോഗ്യത്തെ ഓരോ ഇപ്പൊ പറഞ്ഞാൽ ഈ ഫസ്റ്റ് എയർ എത്ര പഠിച്ചോളം എത്ര വിവരിച്ചോളം തീരാത്തതാണ്. അത്രത്തോളം അറിവ് കിട്ടുള്ളൂ ഈ ഫസ്റ്റ് എയ്ഡ്. കാരണം ജീവിതത്തിൽ ഒരു പാഠ്യപദ്ധതിയിൽ ഇല്ലാത്ത സാധനമുണ്ട്. ആർക്കും അറിയില്ല, ഒരു പാഠ്യപദ്ധതി ഉണ്ടില്ല, ഫസ്റ്റ് ഇല്ല, മക്കളുടെ എല്ലാ സംവിധാനങ്ങളും പഠിക്കുന്നു. കാരണം ജീവൻ നിലനിർത്താൻ എവിടെയില്ല, പഠിക്കണം. അതില്ല ഡോക്ടർ ഡോക്ടർ എഞ്ചിനീയറാണ്, ഡോക്ടർ എഞ്ചിനീയറിന്റെ അറിയില്ല. ഭാര്യ ഡോക്ടറാണ്, ഭർത്താവ് എഞ്ചിനീയറാണ്. ഭാര്യ